നിങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും പറയുന്ന ഒരു പെർഫെക്റ്റ് കുട്ടിയായിരുന്നോ? ടീച്ചേഴ്സിൻ്റെ ഫേവറേറ്റ്, പാരൻസിനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത കുട്ടി, എപ്പോഴും നല്ല മാർക്സ്, നല്ല ബിഹേവിയർ. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നില്ലേ? എനിക്ക് മിറക്കിൾ മൈൻഡ്സിൽ വന്നിട്ടുള്ളൊരു ക്ലയൻ്റ് ആയിരുന്നു. അവൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാവർക്കും വേണ്ടി ടൈമുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ടൈം കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്. ആ ഒരു സെൻറ്റൻസ് എന്നെ കുറേ നേരം ചിന്തിപ്പിച്ചു. ആക്ച്വലി ഇതൊരു പാറ്റേൺ ആണ്. ചെറുപ്പത്തിൽ നമ്മൾ ക്വയറ്റ് ആയിരുന്നാൽ, മെച്യൂർ ആയിരുന്നാൽ, പാരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ ഇരുന്നാൽ എല്ലാവരും പറയും, എന്ത് നല്ല കുട്ടി അല്ലേ? പക്ഷേ നമ്മളുടെ മൈൻഡ് അങ്ങനെ ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യും, ഞാൻ നല്ലവനായാൽ മാത്രമേ എന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യൂ എന്ന്. സൈക്കോളജിയിൽ ഇതിനെ പീപ്പിൾ പ്ലീസിങ് പാറ്റേണും അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന അപ്രൂവൽ സീക്കിംഗ് ടെൻഡൻസിയുമായി കാണാറുണ്ട്. പ്രോബ്ലം എന്തെന്നാൽ വളർന്നു കഴിഞ്ഞാലും ആ പാറ്റേൺ നിൽക്കുന്നില്ല. ഓഫീസിൽ എക്സ്ട്രാ വർക്ക് വരുമ്പോൾ ഓക്കെ, ഫ്രണ്ട്സ് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ ഓക്കെ, ഇനി ഫാമിലി എന്തെങ്കിലും പറഞ്ഞാലോ അതും ഓക്കെ. പക്ഷേ ഓരോ ഓക്കെ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ഓരോ നോ പറയുകയാണ്. പുറത്തു നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്, ചിരിക്കുന്നുണ്ട്, റെസ്പോൺസിബിൾ ആണ്, ഡിപ്പെൻഡബിൾ ആണ്. പക്ഷേ ഉള്ളിലോ എക്സോഷൻ, റിസൻമെൻറ്റ്, ഒരു കാര്യമില്ലാത്ത ഇമോഷണൽ ടയർഡ്നെസ്. നമ്മളിതിനെ ഒരു ഗുഡ് ചൈൽഡ് ബേൺ ഔട്ട് പോലെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത്രയും കാലം നല്ല കുട്ടിയായി ജീവിച്ചപ്പോൾ ഒരു നിമിഷമെങ്കിലും നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിഷ്ടമുള്ളത് കൊണ്ടാണോ, അതോ അക്സെപ്റ്റൻസ് നഷ്ടപ്പെടും എന്ന പേടി കൊണ്ടാണോ എന്ന്?